ഞാൻ സോയിക്കുട്ടിനെ ആദ്യമായിട്ട് കണ്ടപ്പോയി ഞാൻ ചോള് റിച്ചാണ് വിചാരിച്ചത്. സത്യം നമ്മള് ഈ പെണ്ണിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പൈസ കൊണ്ട് ജീവിക്കാനല്ല നമ്മൾ ഇരിക്കേണ്ടത്. മനസ്സിലായോ? അമ്മ നമുക്ക് നല്ല ഉണ്ടോ ഇല്ലേ പറഞ്ഞു കൊടുക്കും. ഫ്യൂച്ചറിൽ പോയി നമുക്ക് ആറുമില്ലേന ആറുമി നല്ല പറഞ്ഞു കൊടുക്കുന്ന ആറുമ ഉണ്ടാവില്ല. മനസ്സിലായോ? ആരും വെച്ച സ്വരത്തിന് എന്റെ മുമ്പ് എങ്ങനെയാ നമുക്കറിയാം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. രാവിലെ തന്നെ രാവിലെ തന്നെ രാവിലെ നേരത്തെ അടിച്ചു പോയി. പിന്നെ പറ മതി. ഇന്ന് സോയിക്കുട്ടിയില്ല, സോയിക്കുട്ടിയുടെ ചൂട്ടിച്ചാലും നമ്മൾ ഏറ്റെടുത്തെന്ന് പറ. സോയിക്കുട്ടി എന്തേ? സോയിക്കുട്ടി എണിച്ചിട്ടില്ല കേട്ടാ. അമ്മ രാവിലെ സഹായിക്കണില്ല എന്നൊക്കെ പറ. അവളെ കൊച്ചിന് വയ്യാത്തോണ്ട് സ്കൂളിൽ വിടുന്നില്ലല്ലോ, അതുകൊണ്ട് അവള് വൈകിട്ടുണ്ട്. അവള് എഴുന്നേറ്റിട്ടില്ല എന്ന് പറയുമ്പോൾ ആഴ്ച എഴുന്നേറ്റിട്ടുണ്ടോ? നമ്മളങ്ങനെ നോക്കണ്ടേടാ. അല്ലാണ്ട് കെട്ടി വരുന്ന പെണ്ണുങ്ങൾ മാത്രം രാവിലെ എഴുന്നേക്കുന്നില്ല, എന്റെ മക്കൾ കിടന്ന് ഉറങ്ങോട്ടെ എന്ന് വിചാരിക്കരുതല്ലോ. അപ്പൊ നമ്മുടെ സോയിക്കുട്ടി ഉറങ്ങുകയാണ് ഗൈസ്. ടയർഡായില്ലോ, എന്നാലും ബർത്ത്ഡേ കഴിഞ്ഞുള്ളൂല്ലോ. അപ്പൊ ടയർഡായില്ലോ. ബർത്ത്ഡേ അല്ലല്ലോ, വെഡിങ് ആനിവേഴ്സറി കഴിഞ്ഞുള്ളൂ. അപ്പൊ ഞാൻ ഹാപ്പി. അമ്മ ഹാപ്പിയാണോ? പിന്നെ എനിക്ക് എന്താ ഹാപ്പി കുറവ്? നീ ഹാപ്പി ആണെങ്കിൽ ഞാൻ അങ്ങനെ ഹാപ്പിയാണ്. സാധാരണ അമ്മമാര് ജലസാവണം. എടാ നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല അമ്മായിമാര്. മക്കള് നന്നായിട്ട് ജീവിക്കണാകുമ്പോ അവർക്ക് സന്തോഷാ. എല്ലാ അമ്മായിമാർക്കും അങ്ങനെ തന്നെയാ. ഓക്കെ. അപ്പൊ ഞാൻ രാവിലെ പറയാൻ വന്നതേ, ഇതിൽ നമുക്ക് എന്തും പറയാം. അങ്ങനെ എന്തും പറയാം. അപ്പൊ കഥയിൽ ജീവിതം എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മുടെ അപ്പൊ ശരി പറയട്ടെ. ഇപ്പൊ 6 വർഷം ഇവിടെ കല്യാണം കഴിഞ്ഞ് വന്നിട്ട്. അപ്പൊ ഈ 6 വർഷത്തില് ഐ മീൻ ഒരു മരുമോൾ എന്ന നിലയിൽ നമ്മുടെ അഭിപ്രായത്തിൽ എങ്ങനെയുണ്ട്? അതിനേക്കാൾ മുമ്പ് ഞാൻ പരിശോധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അമ്മായിമ്മ എന്ന നിലയിൽ ഞാൻ എങ്ങനെയായിരുന്നു? അതല്ലേ അത് കേട്ടുള്ള മരുമോളെ കുറ്റം പറയാൻ പറ്റുള്ളൂ. ഓക്കെ പറ. അത് അവളോട് നീ ചോദിക്കണം കേട്ടോ. അതല്ല, ഞാൻ ഈ മരുമോൾ എന്ന നിലയിൽ നിന്ന് ചോദിക്കുമ്പോൾ അമ്മായിമ്മ എന്ന നിലയിൽ ഞാൻ 100% അല്ലെങ്കിൽ 50% തന്നെയെങ്കിലും ഞാൻ മര്യാദ കാണിച്ചിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കണമല്ലോ. കാരണം മരുമോളുടെ കുറ്റം മാത്രം ഇവിടെ നമ്മുടെ സോയിക്കുട്ടി കെട്ടിക്കൊണ്ട് വന്നപ്പോഴുള്ള ഇത് ഒന്ന് പറ. അല്ല, അവളെ കല്യാണം നിങ്ങളിപ്പോ എല്ലാ അമ്മമാരും അങ്ങനെ ആയിരിക്കും. കല്യാണം കഴിച്ചോണ്ട് വരുന്ന സമയത്ത് നമ്മൾ അയ്യോ നമ്മളെങ്ങനെ അങ്ങനത്തെ ചിന്തകളൊന്നും ആ സമയത്ത് വരില്ല. നമുക്ക് പേടിയുണ്ടായിരുന്നു. അല്ലടാ, അങ്ങനെ പേടിയൊന്നും അങ്ങനെ തോന്നിയില്ല. അങ്ങനെ അയ്യോ വരുമ്പോ അങ്ങനെ മുൻകൂട്ടി പേടികളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മള് കല്യാണം കഴിച്ച് വന്നു കഴിയുമ്പോൾ പിന്നെ നമ്മൾ വിചാരിക്കണം. പിന്നെ നമ്മൾ ഓരോ കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മളിങ്ങനെ വിചാരിക്കും, അത് നമ്മുടെ വീട്ടിൽ വന്ന മകളല്ലേ, നമ്മൾ അവര് മകളെ പോലെ കാണണ്ടേ. എല്ലാവരും പറയും മകളെ പോലെ കാണരുതെന്നാണ് മറ്റുള്ള ആൾക്കാർ പറയുന്നത്. പക്ഷെ അങ്ങനെ ഇപ്പൊ എനിക്ക് നീയും ആൻസിയും എന്ത് തെറ്റ് ചെയ്താലും എനിക്ക് ക്ഷമിക്കാൻ പറ്റും, ഇല്ലേ? നിങ്ങൾ എന്ത് വലിയ തെറ്റ് ചെയ്താലും ഞാൻ എല്ലാ അമ്മമാരും ക്ഷമിക്കും. മക്കൾ തെറ്റ് ചെയ്താൽ വന്ന പെണ്ണിൽ തെറ്റ് ചെയ്താൽ നമ്മൾക്ക് എന്താ ക്ഷമിച്ചു കൂടായിക? ഞാൻ അങ്ങനെ ചിന്തിക്കും. അവളുടെ ഭാഗത്തും എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നമ്മൾ നീ ചെയ്യുന്ന പോലെ നമ്മളും അവരോടും ക്ഷമിക്കണ്ടേ? ക്ഷമിക്കണമല്ലോ, അല്ലാണ്ട് അവര് വേറെ ആയിട്ട് നമ്മൾ കാണണ്ടല്ലോ. പിന്നെ എല്ലാരും പിന്നെ ഞാൻ പറഞ്ഞില്ലേ, മരുമക്കളായിട്ട് കാണണോ? അത് മരുമക്കളോ മക്കളോ ഏതൊക്കെയാ എന്തും ആയിക്കോട്ടെ. നമ്മളൊരു കുടുംബത്തിൽ താമസിക്കുമ്പോൾ എല്ലാവരിൽ നിന്നും എന്റെ ഭാഗത്ത് തെറ്റുണ്ടാവും, നിന്റെ ഭാഗത്ത് തെറ്റുണ്ടാവും, എല്ലാവരുടെ ഭാഗത്തും തെറ്റുകളില്ല. അല്ലാണ്ട് നമ്മൾ 100% ശരിയാണ് ചെയ്യുന്നത്. മഞ്ഞ പെണ്ണിനെ മാത്രം വെക്കിട്ട് എറിയാൻ മതിയോ? നമ്മുടെ ഭാഗത്തും തെറ്റുകളുണ്ടല്ലോ. അപ്പൊ നമ്മൾ അത് കണക്കാക്കി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? എല്ലാവരുടെ ഭാഗത്ത് തെറ്റുകളുണ്ടാകും, കുറ്റങ്ങളുണ്ടാവും, കുറവുകളുണ്ടാവും. അപ്പൊ നമ്മൾ അതങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് ബാലൻസ് ചെയ്ത് പോകണം. പിന്നെ സോനത്തിനെ സംബന്ധിച്ച് സോനം അങ്ങനെ അയ്യോ വലിയൊരു തെറ്റ് നമ്മുടെ കുടുംബത്തിന്, അവള് നമ്മുടെ കുടുംബത്തിന് എപ്പോഴും അയ്യോ കുടുംബത്തിൽ അത് ചെയ്യണം ഇത് ചെയ്യണം. അവള് വന്നേ പിന്നെ ഞാൻ പറഞ്ഞില്ല, ഞാൻ എപ്പോഴും പറയുന്ന കാര്യം എനിക്ക് വീടിൻ്റെ കാര്യത്തിൽ ടെൻഷനില്ല. എന്ത് തീർന്നാലും അല്ലെങ്കിൽ എന്ത് മേടിക്കേണ്ടതെന്നാലും അവളതൊക്കെ നോക്കി ചെയ്തോളും. പിന്നെ അവള് നമ്മൾ മെക്കെട്ടാൻ കയറണമൊന്നുമില്ലല്ലോ. മെക്കെട്ട് കയറുന്നതിന് നമ്മളൊരു കുടുംബത്തിൽ താമസിക്കുമ്പോൾ
ഇപ്പം നമ്മൾ താമസിക്കുന്ന പോലെ തന്നെ അവളെ കല്യാണം കഴിച്ച് കൊണ്ടുവന്നു. അപ്പം അവൾ ഈ കുടുംബത്തിൽ നമ്മളുമായിട്ട് യോജിച്ച് പോകേണ്ട ആൾക്കാരാണ്. നാളെ ഒരു സമയത്ത് നമ്മുടെ കുടുംബത്തിൽ എന്തൊരു ബുദ്ധിമുട്ട് വന്നാലും അവളും കൂടി നമ്മുടെ കുടുംബത്തിൽ ഉള്ള ആളല്ലേ. അപ്പം നമ്മൾ അതനുസരിച്ച് അവളുടെ അടുത്ത് പെരുമാറിയാൽ മതി. അപ്പം തിരിച്ചവളും കൂടി പെരുമാറും. അല്ലാതെ പറഞ്ഞ പെണ്ണുങ്ങൾ അവരെന്ത് ചെയ്തു, അവരെന്താ തെറ്റ് ചെയ്തതെന്നുള്ളത് നമ്മൾ അവരുടെ ഭാഗത്ത് മാത്രം നോക്കിയിരുന്നാൽ പോരാ. നിന്നിൽ തെറ്റില്ലേ, ആൻസിയുടെ ഭാഗത്ത് തെറ്റില്ലേ, പിന്നെ അവരുടെ തെറ്റുകൾ മാത്രം നമ്മൾ നോക്കിയിരിക്കേണ്ട കാര്യമില്ലല്ലോടാ. ഓക്കെ, അപ്പൊ ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്. ഇവിടെ നല്ലൊരു അടി ഉണ്ടാവണം. ഞാൻ അവിടെയായിട്ട് ജസ്റ്റ് സങ്കല്പിക്കുക, അടി ഉണ്ടാവണം. അമ്മ ആരെ പുറത്താകും? പുറത്താക്കല്ല. ഇപ്പൊ നിങ്ങളാണെങ്കിലും ചെറിയ ചെറിയ വഴക്കുകൾ ഉണ്ടാകുന്ന സമയത്ത് ഞാനിങ്ങനെ അഭിപ്രായം ഞാൻ ഇണ്ടാതിരിക്കും. നീ അതിന്റെ ഇടയ്ക്ക് വന്ന് ഞാൻ ഒച്ചപ്പാടെ പറയുന്നത് നിങ്ങൾ തമ്മിലുള്ള എന്തെങ്കിലും ഫൈറ്റിന്റെ സമയത്ത് ഞാൻ കഴിയുന്നത് ഞാൻ മിണ്ടായിരിക്കും. പിന്നെ നീ ദേഷ്യം ഇങ്ങനെ കൂടുതൽ വരുമ്പോൾ ഞാൻ നിന്നെ ചീത്ത പറയുള്ളൂ. അവളെ ഒന്നും വരെ ചീത്ത പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ? ഞാൻ അവള് പറയാറില്ല. ഞാൻ നിന്നോട് പറയാറുള്ളൂ. എടാ നീ വന്നിട്ട് അവര് വന്ന പെണ്ണുങ്ങളിലേക്ക് മാനസികാവസ്ഥ അവരുടെ ജീവിച്ച സാഹചര്യാവസ്ഥ അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിന്റെ ഇടയ്ക്ക് നീ ഇങ്ങനെ ഗുണമാണെന്ന് പറയില്ലെന്ന് പറഞ്ഞു ഞാൻ നിന്നെ എപ്പോഴും ചീത്ത പറയാറുള്ളൂ. നീ മിണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ ഞാൻ നിന്നെ ചീത്ത പറയാറുള്ളൂ. ഞാൻ പറഞ്ഞു മഞ്ഞ പെണ്ണുങ്ങൾ മരുന്ന പെണ്ണുങ്ങൾ എന്ന് പറയുമ്പോൾ ഞാനും പണ്ട് വേറൊരു വീട്ടിൽ ചെന്ന പെണ്ണായിരുന്നു അല്ലേ. നമ്മളങ്ങനെയല്ലേ ചിന്തിക്കണ്ടേ? അവിടെ ചെന്നപ്പോൾ എനിക്ക് അച്ചാച്ചനും അമ്മേനെ കൊണ്ടൊന്നും അവരൊന്നും നമ്മുടെ അടുത്ത് ആ കുടുംബത്തിൽ ആരും നമ്മളോട് ഒരു കുശുമ്പ് അല്ലെങ്കിൽ നമ്മളൊരു ഇതായിട്ട് നമ്മളായിട്ട് പെരുമാറിയിട്ടില്ല. അപ്പം നമുക്ക് അവർ നമ്മളോട് കുശുമ്പ് കാണിച്ചു അല്ലെങ്കിൽ പോരെടുത്തു എന്ന് എനിക്ക് പറയാനില്ല അവരാരും. അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ സോണത്തിൻ്റെ അടുത്താണെങ്കിൽ നമ്മൾ പിന്നെ ഞാൻ ഓരോന്ന് പറഞ്ഞു ആൻസിന് നമ്മൾ കല്യാണം കഴിച്ചു വിട്ടാ അവളെ വീട്ടിൽ എങ്ങനെ ജീവിക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് നല്ലത്. അതുപോലെ തന്നെയല്ലേ ഈ പെണ്ണോട് വരുമ്പോഴും നമ്മൾ നല്ല രീതിയിൽ ജീവിപ്പിക്കണം. അങ്ങനെ എൻ്റെ മോള് മാത്രം നന്നായിട്ട് ജീവിക്കണം, മഞ്ഞ വീടിനെ നമ്മൾ പോരെടുക്കണം, അത് പാടില്ല. ഞാൻ പറഞ്ഞില്ല ഇപ്പൊ നീ ഇപ്പൊ ഇവിടെ ഓർമ്മണ കാര്യം തന്നെ ചോദിച്ചില്ലേ. ചില വീട്ടില് അമ്മായിമാര് പറയും അവള് നേരം എടുത്ത് ഞാനാണ് അടുക്കളയിൽ ചെയ്താൽ അവള് എഴുന്നേറ്റ് വരാൻ വൈകും, അവൾ 10 മണിയാവും എഴുന്നേറ്റ് 8 മണിയാവുന്നു. അപ്പൊ എന്റെ മോളോടെ കിടന്നുറങ്ങാണേ ഇവിടെ മാത്രമേ കുറ്റപ്പെട്ടു വരുള്ളൂ. എനിക്ക് അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഇപ്പൊ ഞാനാണെങ്കിലും ലീവുള്ള ദിവസം ഞാൻ വൈകി എഴുന്നേക്കുന്നേ. ഇപ്പൊ ജോലിക്ക് പോകുന്നതുകൊണ്ട് ഞാൻ നേരത്തെ എഴുന്നേക്കും. അവൾക്കൊന്നും കൊച്ചിനെ ക്ലാസ്സില്ല, അവളെ ചിലപ്പോൾ ഇത്തിരി കിടന്ന് അത് ഉറങ്ങണത് അതൊന്നും നമ്മൾ മൈൻഡിൽ എടുക്കണ്ട. അതൊക്കെ അതിനൊക്കെ നമ്മൾ അങ്ങനെ എന്തിനും കുറ്റങ്ങളും ആയിരിക്കില്ല. അങ്ങനെ അങ്ങനത്തെ കുറ്റങ്ങളും കാര്യങ്ങളൊന്നുമില്ല. എല്ലാവർക്കും അവരവരുടെ ഇഷ്ടത്തിന് ജീവിക്കാം. നിനക്കും എനിക്കും മാനസികം ഈ കുടുംബത്തിൽ നമ്മുടെ ഇഷ്ടത്തിലെ ജീവിക്കുന്നത്. നമ്മുടെ ഇഷ്ടം എന്ന് വെച്ചാൽ തോന്നിവാസം പോലെയല്ല. ഞാൻ പറഞ്ഞ കുടുംബത്തിൽ അത്യാവശ്യം നമുക്കുടെ ഇഷ്ടം പോലെ നിനക്ക് എപ്പോൾ ഉറങ്ങണോ, എന്ത് ഫുഡ് കഴിക്കണം, ഇതൊക്കെ നീ തീരുമാനിക്കും. അതുപോലെ തന്നെ അവളും അങ്ങനെ ഉണ്ടല്ലോ. അല്ലാണ്ട് അവളെ നമ്മൾ വേറെ തിരിച്ച് കാണേണ്ട കാര്യമില്ലല്ലോ. മരുമോള് മാത്രം നേരത്തെ എഴുന്നേക്കണം അങ്ങനെ വിചാരിക്കണം. പിന്നെ അതല്ലേ നമ്മൾ കുറേയൊക്കെ ഇപ്പോൾ ഏത് വീട്ടിലാണെങ്കിലും ആൾക്കാർക്ക് അമ്മമാർക്കാണല്ലോ പ്രായവും പക്വതയും കൂടുതൽ ആണല്ലോ. അപ്പൊ നമ്മൾ കുറച്ച് പക്വത കാണിച്ചാൽ മതി കൂടുതലും എന്ന് വെച്ചോണ്ട് അവര് ചിലപ്പോൾ 100% നല്ലത്. അമ്മായിമ്മ എത്രയും നല്ലത് കാണിച്ചാലും വഴക്കുണ്ടാക്കുന്ന മരുമക്കളുണ്ട്. അതുകൊണ്ട് ഓരോ ജീവിച്ച സാഹചര്യം കൊണ്ട്. പക്ഷെ എന്നാൽ പോലും കൂടുതൽ പക്വത കാണിക്കേണ്ടത് പ്രായമായ ആൾക്കാരാണ്. നിങ്ങൾക്കിപ്പോ 10, 28 അവൾക്ക് എത്ര വയസ്സിലവിടെ കല്യാണം കഴിച്ചു വന്നേ? 24, 25 വയസ്സിൽ അവിടെ കല്യാണം കഴിച്ചു വന്നേ. ആ സമയത്ത് എനിക്ക് എത്ര വയസ്സുണ്ട്? എനിക്ക് 45, 50 വയസ്സിൻ്റെ അടുത്ത് ഉണ്ടാവും. എനിക്ക് ഇല്ലേ 50 വയസ്സുണ്ടാവും. 48, 49 വയസ്സുണ്ട്. അപ്പൊ അവളെക്കാളെ അപ്പൊ അവൾക്കൊക്കെ ഒരു നീ എത്തിപ്പോ എങ്ങനെയാ? നിനക്കിപ്പോ ഞാൻ ചിന്തിക്കുന്ന പോലെ നിനക്ക് ചിന്തിക്കാൻ പറ്റൂല. എന്റെ പ്രായത്തിന്റെ ഇതുകൊണ്ട് ഞാനങ്ങനെ ചിന്തിക്കണേ. അപ്പൊ നമ്മളും കുറച്ച് പക്വതയോടുകൂടി കാര്യങ്ങൾ ആലോചിച്ച് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. അല്ലാണ്ട് വല്ല പെണ്ണുങ്ങളുടെ മാത്രം കുറ്റം നോക്കിയിരുന്ന് അവരെ കുറ്റം പറയേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ കുറ്റങ്ങൾ നമ്മൾ ക്ലിയർ ആക്കാൻ നോക്കാം. ഞാനെന്താ വിചാരിക്കുന്നത്, എൻ്റെ ഭാഗത്തുള്ള കുറ്റങ്ങൾ ഞാൻ ക്ലിയർ ആക്കിയാൽ പോരെ. അവളെ കൊണ്ട് പിന്നെ എന്താണ് കുഴപ്പം? അവളെ കൊണ്ട് അങ്ങനെ നമുക്കൊരു പ്രശ്നമോ കാര്യങ്ങളോ ഇതൊന്നുമില്ലല്ലോ. അവളെ അവളുടെ വഴിക്ക് വിടാം. അല്ലാണ്ട് അവളെ ഇങ്ങനെ നമുക്ക് അടിക്കാനിട്ട് വെക്കേണ്ട കാര്യമൊന്നുമില്ല. ഏറ്റവും ഡേഞ്ചർ ആരാ? അത് നീ അതെന്തുകൊണ്ടാണെന്നറിയോ? ഏറ്റവും കൂടുതൽ സ്നേഹമുള്ളതുകൊണ്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഡേഞ്ചർ. അല്ലടാ, അത് ഞാൻ പറഞ്ഞല്ലേ. ഇപ്പൊ ഏതൊരു വീട്ടിലാണെങ്കിലും ഞാനത് ഇതിക്ക് മുമ്പ് പറഞ്ഞേക്കുന്ന കാര്യമാണ്. ഇപ്പൊ ഈ ഡേഞ്ചർ എന്ന് വെച്ചാൽ നിനക്ക് പെട്ടെന്ന് ദേഷ്യം വരും. അതാണ് അല്ലാണ്ട് നിനക്ക് സ്നേഹക്കുറവൊന്നും ഉണ്ടായിട്ടല്ല. അതെനിക്കറിയാം. നിനക്ക് പെട്ടെന്ന് ദേഷ്യം വരും. ദേഷ്യം വന്നു കഴിയുമ്പോൾ പിന്നെ നീ ഇടുന്നോണ്ട് ഭയങ്കര ഇങ്ങനെ അപ്പൊ നമുക്കത് വിഷമമുണ്ട്. ദേഷ്യം വരില്ല. അതിപ്പോ എല്ലാവർക്കും അങ്ങനെ ഉണ്ടാവുമല്ലോ. പിന്നെ കുറച്ച് കഴിയുമ്പോൾ നീ കൂളായിക്കോളും, അത് കുഴപ്പമില്ല. പിന്നെ ഇപ്പൊ നിന്റെ ഭാര്യ സോനം, ഞാൻ, അമ്മായിമ്മ,
അമ്മായിമ്മയും മരുമക്കളാണല്ലോ കൂടുതൽ ഫൈറ്റ് ഉണ്ടാവുന്നത്. അപ്പൊ സോനം വിചാരിക്കണം ഇതിനിടെ കിടക്കുന്നത് നീയാ, നിനക്കാണ് വിഷമം. ഞങ്ങൾ തമ്മിൽ ഫൈറ്റ് കൂടുമ്പോൾ നിനക്കാണ് കൂടുതൽ വിഷമം സ്വാഭാവികമായിട്ടും വരുള്ളൂ. അപ്പൊ ഞാൻ വിചാരിക്കണം എൻ്റെ മകനോട് എനിക്ക് സ്നേഹം ഉണ്ടെങ്കിൽ ഞാൻ വിചാരിക്കണം ഞാൻ കാരണം എൻ്റെ മകൻ ടെൻഷൻ അനുഭവിക്കണ്ട. അവനാണല്ലോ ഞാൻ തമ്മിൽ ഫൈറ്റ് കൂടുമ്പോൾ വഴക്കുണ്ട്, ടെൻഷൻ കൂടി. ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നിന്ന് നല്ല ഫൈറ്റ് ഉണ്ടാക്കിയാൽ മതി. വായിക്കുന്നൊക്കെ വിളിച്ചു പറഞ്ഞ് ആട്ടി വീട്ടിയൊക്കെ. പക്ഷെ അവള് വിചാരിക്കണം, കെട്ടിയവരോട് സ്നേഹമുള്ള ഭാര്യമാരും വിചാരിക്കണം, അയ്യോ ഞാൻ ഈ ആവശ്യമില്ലാതെ നിസ്സാര കാര്യങ്ങളൊക്കെ കുടുംബത്തിൽ കിടന്ന് ഒച്ചപ്പാടും വെള്ളം ഉണ്ടാക്കുമ്പോൾ എൻ്റെ കെട്ടിയവരാണ് അത് വിഷമം ഉണ്ടാവുന്നതെന്ന് രണ്ടു കൂട്ടരും വിചാരിക്കണം. പിന്നെ ഇതൊന്നും കൂടാതെ ഈ മഞ്ഞ പെണ്ണുങ്ങൾക്ക് ഒത്തിരി പീഡനം അനുഭവിക്കുന്ന പെണ്ണുങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ആ ചില കുടുംബത്തിൽ അത് നമുക്ക് പറയാൻ പറ്റില്ല. അത് അവരുടെ ആ ഇതനുസരിച്ച് ചെറിയ കാര്യങ്ങളാണ് ഞാൻ പറയണത്. ചെറിയ കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പോയാൽ മതി. നമ്മുടെ വീട്ടിലിപ്പോൾ വലിയ കാര്യങ്ങളൊന്നും നടക്കുന്നില്ലല്ലോ. ഇപ്പൊ മിക്കവാറും വീടുകളിൽ അങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് അതൊന്നും അറിയേണ്ട കാര്യമില്ല. നമുക്ക് നമ്മുടെ വീട്ടിലെ കാര്യമല്ല, നമ്മുടെ വീട്ടിലെ കാര്യമല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഈ ചെറിയ കാര്യങ്ങൾ നമ്മുടെ വീട്ടിലുണ്ടാകുന്ന സോനത്തിന് ഇപ്പൊ എന്ത് ഞാൻ ഇപ്പൊ എന്റെ കാര്യത്തിൽ എപ്പോഴും ഞാൻ പറയുന്ന വാചകം ചിലപ്പോൾ അവർക്ക് മനസ്സിലാകാത്തതിന്റെ പ്രശ്നമാണ്, ഗ്രാമർ മിസ്റ്റേക്കാണ് വരുന്നത്. അല്ലാണ്ട് ഞാൻ അവളോട് പോരെടുത്തു, അവൾ എന്നോട് പോരെടുത്തു ഇങ്ങനത്തെ പ്രശ്നമൊന്നും നമ്മുടെ വീട്ടിൽ ഇതുവരെയായിട്ട് ഉണ്ടായിട്ടില്ല. ഇനി ഉണ്ടാവാതിരിക്കട്ടെ. ഞാനിപ്പോ ഹാപ്പിയാണ്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവള് വന്നിട്ട് നമ്മളെ കൊണ്ട് അവളിപ്പോ നമ്മൾ നോക്കായിക്കോ ഒന്നും ഇതുവരെയായിട്ട് ഉണ്ടായിട്ടില്ല. നാളത്തെ കാര്യം എനിക്ക് പറയാനും പറ്റും. അമ്മ ജസ്റ്റ് ഇത് പറഞ്ഞാണ്, അമ്മ നാളെ കിടപ്പിലായി പോയാലും പേടിയില്ല. കാരണം നിങ്ങൾ നോക്കുന്നുള്ളൊരു വിശ്വാസം ഇന്നുണ്ട്. ഞാൻ നോക്കില്ലേ? നീ നോക്കുന്നേ, നീ നോക്കാതിരിക്കില്ല. എനിക്ക് കുറച്ച് പ്രതികാരമൊക്കെ തീർക്കാൻ അതുകൊണ്ട് ഞാൻ വെയിറ്റ് ചെയ്യാം. ചെറിയ പ്രായത്തിൽ നീ ഇപ്പോഴൊന്നും ചിലപ്പോൾ ഇങ്ങനെ ചിന്തിക്കൂല. കുറച്ച് കഴിയുമ്പോഴാണ് നമ്മുടെ പ്രായമാകുന്നതോടാണ് നമ്മൾ ഓരോ കാര്യം ചിന്തിക്കുന്നത്. അന്ന് നമ്മൾ എന്ത് പറയണം ഏത് പറയണം ആ വായി തുറന്ന് പറയണമെന്ന് നമുക്കൊരു ഇതില്ല. പക്ഷെ പ്രായമാകുമ്പോഴത്തേനും നമ്മൾ ഇങ്ങനെ ചെയ്തിരിക്കും. നമ്മളിതൊക്കെ കുടുംബത്തിൽ അങ്ങോട്ടും കൊണ്ട് ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നിസ്സാരം നമ്മുടെ ജീവിതം എന്ന് വെച്ചാൽ ഇത് ഇത്രേ ഉള്ളൂ. നീ ചിലപ്പോൾ ഞാൻ വർത്തമാനം പറഞ്ഞിരിക്കുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ ഞാൻ കുഴഞ്ഞു വീണ് കൊണാവുന്നത്. അപ്പൊ അത്ര ഉള്ളൊരു ജീവിതം നമുക്ക് ഭൂമി ഇതുള്ളൂ. അപ്പൊ ഞാൻ വിചാരിക്കുന്നത് നമ്മൾ മാക്സിമം വലിയ ഫൈറ്റ് ഇല്ലാതെ സന്തോഷത്തോടെ. അതുകൊണ്ടാണല്ലോ കഴിഞ്ഞ ദിവസം ഞാൻ അവളുടെ അടുത്ത് അങ്ങനെ നന്നായിട്ട് പെരുമാറുന്നതുകൊണ്ടാണല്ലോ കഴിഞ്ഞ ദിവസം ഞാൻ അങ്ങനെ പറഞ്ഞപ്പോഴും അവള് പറഞ്ഞിട്ടില്ല അമ്മ അങ്ങനെ പറയില്ല എനിക്ക് അത് വിഷമമാണ്. ഞാൻ പറഞ്ഞില്ല ഞാനെങ്ങാനും മരിച്ചു പോയി കഴിഞ്ഞാൽ അപ്പൊ അതെനിക്ക് ഭയങ്കര വിഷമായി. അപ്പൊ എനിക്കിപ്പോ ഞാൻ എൻജോയ് എപ്പോഴും ഇങ്ങനെ അസ്വസ്ഥതകൾ തോന്നുമ്പോൾ ഞാൻ അപ്പൊ അവള് പറഞ്ഞപ്പോ കണ്ട അവളത് പെട്ടെന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ ഞാനങ്ങനെ മരിച്ചു പോയി കഴിഞ്ഞാൽ അങ്ങനത്തെ പറഞ്ഞു കഴിഞ്ഞപ്പോ അവള് പെട്ടെന്ന് പറഞ്ഞിട്ടില്ലേ. എനിക്കത് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വീഡിയോ കൂടി കൂടെ ഇടട്ടെ. ഞാൻ അതെല്ലാം തോന്നുന്നു. ഞാൻ അത് ഇടാം. ഷോർട്ട് എടുത്തത് എന്റെ കൊച്ചിന് വിഷമിപ്പിക്കണേ. എന്നാ കുട്ടിയെ ഒന്നുമില്ല. അമ്മ ഇല്ലെന്നാ വീട്ടിലെ ആരെങ്കിലും ഹെഡ് ആയിട്ട് ആ വീട്ടിൽ ഇല്ലെന്നാ വേറെ ആൾക്കാർ നമുക്ക് എന്താ ചെയ്യും? മൈൻഡ് ചെയ്യില്ല. മൈൻഡ് അല്ലടി. അത് നമ്മള് ഇപ്പൊ ഏതൊരു വീട്ടിലാണെങ്കിലും ആ വീട്ടിൽ ഒരു അമ്മ അല്ലെങ്കിൽ ആ ഒരമ്മമാര് പ്രായമായ ആൾക്കാരുള്ളപ്പോ ആ വീടിന് ഒരു ഒരു ഇതുണ്ട്, ഒരു പ്രത്യേകത ഉണ്ട്. അത് തന്നെ അതാണ് ഒരു പ്രത്യേകത. പിന്നെ അമ്മ നാളെ ഇല്ലാണ്ടായി പോയി അങ്ങനെ പറയല്ലേ? ഇല്ലേ എനക്ക് ടെൻഷൻ വീട്ടില്. ഇപ്പൊ നമുക്ക് ഇത് വീട്ടില് മുമ്പോട്ട് കൊണ്ടുപോകണോ? ഒരു അമ്മ ഉണ്ട്, അമ്മ നമുക്ക് നല്ല ഉണ്ടോ ഇല്ലേ പറഞ്ഞു കൊടുക്കും. ഫ്യൂച്ചറിൽ പോയി നമുക്ക് ആറുമില്ലെന്ന് ആറുമി നല്ല പറഞ്ഞു കൊടുക്കുന്ന ആറുമി ഉണ്ടാവില്ല. മനസ്സിലായോ? നമുക്ക് വീട്ടിൽ എന്താ വഴക്കോ നല്ല ഇല്ല സന്തോഷം വഴക്കോ എന്തെങ്കിലും ആവുമ്പോ ഒരു അമ്മ ഇല്ലെന്ന് ഒരു അച്ഛന് നമുക്ക് നല്ല പറഞ്ഞ് ഒരു വഴിയിൽ ആക്കി തരും. ഇല്ലെന്ന അവസ്ഥ നോക്കിക്കോ. അപ്പൊ ഞാൻ അതേ പറഞ്ഞു. അങ്ങനെ ഒന്നും പറയില്ല. എനിക്ക് ഭയങ്കര ഓൾറെഡി എനിക്ക് ടെൻഷന് ഇല്ല. എന്റെ ജീവിതം ഇപ്പൊ നീ ഉണ്ട് അമ്മ ഉണ്ട് അത് കാരണം എനിക്ക് പേടിയില്ല. ഇല്ലാത്ത അവസ്ഥ ആകുമ്പോ എനിക്ക് ചിന്തിക്കാനും പറ്റൂല. അതിന്റെ കാര്യത്തിൽ ഞാൻ എനിക്കതൊരു സന്തോഷമാണ്. ഒരു മനസ്സെന്നറിയാം. എന്തെങ്കിലും ഇപ്പൊ ഇവളാണെങ്കിലും എൻ്റെ അടുത്ത് അതെന്താ ചെയ്യേണ്ടത് ഇത് ചെയ്യേണ്ടത് അല്ലെങ്കിൽ അത് ചെയ്യുന്നത് ഇവളെല്ലാ കാര്യങ്ങളും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്. എന്ത് കാര്യങ്ങൾ അപ്പൊ നമ്മളത് നല്ല കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. വീട്ടില് അമ്മ ഉണ്ട്. അപ്പൊ നമുക്ക് എനിക്ക് എന്തെങ്കിലും ചെയ്യുന്നുണ്ട് ധൈര്യം ഉണ്ട്. നിനക്കൊന്നും പറയാൻ പറ്റൂല. നീ ഓർമ്മ ഒന്നും കേൾക്കൂല. അപ്പൊ അമ്മ ഉണ്ട് എനിക്ക് ധൈര്യം ഉണ്ട്. എന്തെങ്കിലും ചെയ്യണം കുഴപ്പമില്ല. പക്ഷെ ഇല്ലാതാവുമ്പോ എനിക്കും ഭയങ്കര ടെൻഷൻ. അപ്പൊ
ഞാൻ പറഞ്ഞപ്പോ അവൾക്ക് അപ്പൊ അത്രയും ഒരു നമ്മളോട് എന്നോട് സ്നേഹമില്ലെങ്കിൽ അവളങ്ങനെ പറയില്ലല്ലോ. ഓരോ വാക്കും ഓരോരുത്തർ പറയുമ്പോ അത് ഓരോ തമാശ പറയുമ്പോ തമാശ കാര്യം പറയുമ്പോ അപ്പൊ അവള് ഞാനത് സംസാരത്തിന്റെ ഇടയ്ക്ക് ഞാൻ ഇങ്ങനെ ഇരുന്ന് പറഞ്ഞപ്പോഴാണ് അവള് പറഞ്ഞത് അമ്മാന് പറയില്ല, എനിക്കത് ചിന്തിക്കാൻ പോലും പറ്റൂല. ഒരു മരുമകള് അമ്മായിയുടെ അടുത്ത് അങ്ങനെ പറയണമെങ്കിൽ അവൾക്ക് എന്നോടുള്ളൊരു ഇഷ്ടം കൊണ്ടായിരിക്കുമല്ലോ. അപ്പൊ അങ്ങനെ ഓരോ വാക്കുകളിൽ നമ്മൾ ചിന്തിക്കണം, അവർക്ക് എന്നോട് ഇഷ്ടമുണ്ടോ ഇഷ്ടമില്ലാതെയോ അത് വേറെ അല്ലടാ, അതല്ല അങ്ങനെയാണ് നമ്മുടെ കുടുംബത്തിലെ എല്ലാവരും. ഇപ്പൊ ഞാൻ എനിക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നിനക്ക് കാണിച്ചിട്ട് വിഷമം ഉണ്ടാവില്ലേ, ആ ഒരു വിഷമം അവൾക്ക് അതേപോലെ ഫീൽ ചെയ്യണമെങ്കിൽ അവൾക്കപ്പം എന്നോട് അത്രയും ഇഷ്ടം ഉണ്ടാവില്ല. ഞാൻ അവളുടെ അടുത്ത് നിനക്കറിയാലോ, ഞാൻ അവളുടെ അടുത്ത് പോരുന്ന ഒച്ചപ്പാടിന്റെ വെള്ളത്തിലൊന്നും നമ്മൾ അങ്ങോട്ട് പോകാറില്ലല്ലോ അവളുടെ അടുത്ത്. എന്തിനാ പോണേ? എനിക്ക് അവളോട് ഇപ്പൊ അവള് ഇനി ബൈ ചാൻസ് നാളെ ഒരു ദിവസം നാളെ ഒരു കാലത്ത് ചിലപ്പോ അവളെ എന്നെ എന്തെങ്കിലും പറഞ്ഞ ഇനി ചിലപ്പോ ഒരു ഫൈറ്റ് ഉണ്ടാവാൻ പാടില്ല, ഇതൊന്നുമില്ല, മനുഷ്യനാണല്ലേ എന്തെങ്കിലും. പക്ഷെ എനിക്ക് അവളോട് തിരിച്ചൊന്നും പറയാനേ തോന്നൂല. എനിക്ക് അങ്ങനെയാണ്. അയ്യോ ഞാൻ പറയുമ്പോ അവർക്ക് കേൾക്കുമ്പോൾ വിഷമാവുമല്ലോ, അങ്ങനെ ഒരു ഇതാണ്. ഞാൻ ഫൈറ്റ് ഉണ്ടാവാതിരിക്കട്ടെ. എടാ ഫൈറ്റ് ഉണ്ടായി എല്ലാവരുടെയും സമാധാനം കുടുംബത്തിൽ പോവുക. എല്ലാവരുടെയും ഒരാളുടെ തന്നെയല്ല. ഇപ്പൊ ഏതൊരു കുടുംബത്തിലാണെങ്കിലും ഫൈറ്റ് ഉണ്ടായാൽ അവിടെ മൊത്തം ആ സമയം സന്തോഷമാണെങ്കിലോ വളരെ ഇതല്ലേ. അങ്ങനെയൊക്കെയാടാ ജീവിതം, അങ്ങനെയൊക്കെയാണ്. പിന്നെ അവളാണെങ്കിലും എന്ത് കാര്യം ഞാൻ നിങ്ങളുടെ ആവശ്യമില്ലാത്ത ഒരു കാര്യത്തിലും ഞാൻ നിങ്ങളുടെ ഇടപെടാറില്ല. നിങ്ങൾ എവിടെ പോകണു, എന്ത് ചെയ്യണം, എന്ത് പിടിക്കണം, ഇതൊന്നും ഞാൻ നിങ്ങൾ അല്ലെങ്കിൽ ആ ചില അമ്മായിമാർ എവിടെ പോകണം, എന്ത് പോകണം, എന്തിനാ ഇങ്ങനെ കുറേ ഞാൻ ഇതൊന്നും ഞാൻ നിങ്ങൾ ഫ്രീ ആണ്. പിന്നെ അവൾ എല്ലാ കാര്യങ്ങളും എൻ്റെ അടുത്തും കൂടെ പറയാറുണ്ട്. ഞാൻ ചോദിക്കില്ല, അവൾ എൻ്റെ അടുത്ത് പറയും അമ്മ നമുക്കത് ചെയ്യുക. ഇതെല്ലാം നിന്നോട് ആലോചിക്കുന്നതിനും കൂടുതലായിട്ട് അവൾ എന്നോട് ആലോചിക്കുന്നത്. കുടുംബത്തിന്റെ കാര്യങ്ങളെല്ലാം അവൾ എൻ്റെ അടുത്ത് ചോദിച്ചിട്ട് ചെയ്യുന്നത്. നമുക്കത് മേടിക്കാം, ഇത് മേടിക്കാം, നീ അവിടെ ചെയ്യാം, ഇവിടെ ചെയ്യാൻ അവൾ എൻ്റെ അടുത്ത് എല്ലാ കാര്യങ്ങളും. അല്ലാതെ നിങ്ങളുടേതായ കാര്യങ്ങൾ നിങ്ങൾക്ക് ചിലപ്പോൾ പുറത്ത് കൊണ്ടുവരും, ഭക്ഷണം കഴിക്കുന്നവരും, ഡ്രസ്സ് എടുക്കേണ്ടവരും, സിനിമയ്ക്ക് കൊണ്ടുവരും, ഇതൊന്നും എന്നോട് ചോദിക്കേണ്ട കാര്യമില്ല. അതൊക്കെ അമ്മായി പോലും ചോദിച്ച് ഒപ്പിട്ടിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങൾ സിനിമയ്ക്ക് പോയിട്ട് അമ്മ പോകട്ടെ, ഓക്കെ. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ ചെയ്യണേന് നമുക്ക് തടസ്സം ചെയ്യേണ്ട കാര്യമില്ലല്ലോ. പിന്നെ നമ്മള് ബർത്ത്ഡേ കുറച്ച് നല്ല രീതിയിൽ ചെയ്യണം. അത് എന്തുകൊണ്ടാണ്? അത് എന്തുകൊണ്ടാന്ന് നമുക്ക് എല്ലാവർക്കും അവൾക്ക് ഇത്രയും ദൂരം അവൾ വന്ന് നിൽക്കണം, അവൾ ഒറ്റയ്ക്ക് ഇവിടെ നിൽക്കുന്നത്. അപ്പൊ അവൾക്ക് എന്ത് കാര്യത്തിലും ഒരു സന്തോഷം കൊടുക്കാം. അവൾക്ക് ഇവിടെ ഇപ്പൊ ഇവളുടെ ബന്ധുക്കളൊക്കെ അടുത്തുണ്ടെങ്കിൽ അത്രയും കുഴപ്പമില്ല. അവൾക്ക് എപ്പോഴും അവരെ കാണാം, അവരെ പോയി സംസാരിക്കുക, ഇതൊക്കെ. അപ്പൊ അവൾ ഇവിടെ ഇത്രയും ദൂരെ നിന്ന് വന്നു കഴിയുമ്പോൾ ഞാൻ എപ്പോഴും നിന്റെ അടുത്ത് പറഞ്ഞു അവൾക്ക് എത്ര സന്തോഷം കൊടുക്കാൻ പറ്റുമോ അത്ര, അപ്പോഴും അവൾ വീട്ടിൽ കംഫർട്ടബിൾ ആകും. മനസ്സിലായോ? ഇപ്പൊ ഞാനും ആൻസി നീയൊക്കെ ഒരുമിച്ച് ഇവിടെ ജീവിച്ച് ഇതായതാണ്. പക്ഷെ അവര് ഇപ്പൊ അവൾക്കൊരു 10-25 വയസ്സ് കൊണ്ട് 25 വർഷം വരെ അവർ വേറൊരു ജീവിതം ജീവിച്ചു. പിന്നെ അവര് വളർന്നതാണ്. അപ്പോൾ ആദ്യമേ തുടങ്ങി, നമ്മൾ മുമ്പേ തുടങ്ങി അവളുടെ ബർത്ത്ഡേക്ക് നീ നല്ല എന്തെങ്കിലും സാധനങ്ങൾ കൊടുക്കും, പിടിക്കും. അതൊക്കെ ഒരു എനിക്കിതൊക്കെ ദൂരെ നിന്ന് കാണുമ്പോൾ എനിക്ക് സന്തോഷമാണ്. നീ എൻ്റെ അടുത്ത് ചോദിക്കൂലേ അമ്മ നമുക്ക് അത് ചെയ്യാം ഇത് ചെയ്യാന്ന് പറയുമ്പോൾ പറ്റാത്ത കാര്യങ്ങളാണ് ഞാൻ പറയാം, അത് വേണ്ട നമുക്ക് ഇത് ചെയ്യാം, അതാണ് നല്ലതെന്ന് ഞാൻ പറയാറില്ലേ. അപ്പൊ നമ്മള് ഇപ്പൊ ഈ വീട്ടില് സോയിക്കൊണ്ട് ബർത്ത്ഡേ കുറച്ച് ഇതായിട്ട് നടത്തണം. വേറെ ഒന്നുമല്ല, നമ്മള് ഒരു കാര്യം കൂടി ഉണ്ട്. ഞാൻ യൂട്യൂബിന് വന്നേക്കാളും മുമ്പും കല്യാണത്തിന് മുമ്പും ഈ എല്ലാ കൊല്ലം സർപ്രൈസ് വാലൻസ് ഡേക്കും പിന്നെ എന്തുവാ നമ്മുടെ എന്താ വാലൻസ് ഡേക്ക് ബർത്ത്ഡേക്ക് അന്ന് കുറവായിരുന്നു. അന്ന് കല്യാണം കഴിച്ചിട്ടൊന്നുമില്ലല്ലോ. അപ്പൊ അന്ന് വാലൻസ് ഡേ ബർത്ത്ഡേ മാത്രമേ തന്നെ അവർക്ക് നല്ല സർപ്രൈസ് കൊടുക്കും. അപ്പോൾ ഈ ടൈമിലൊക്കെ അപ്പൊ അത്രക്ക് വലിയതില്ല എന്നാലും ഒരിത്. പക്ഷെ പിന്നെ ഞാൻ കല്യാണം കഴിഞ്ഞിട്ടാണ് ഇത്രയും വലിയ സർപ്രൈസ് കൊടുക്കുന്നത്. കാരണം ഒന്ന് നോക്കിയാൽ അവൾ എൻ്റെ വീട്ടിൽ നന്നായിട്ട് നോക്കുന്നുണ്ട്. അപ്പൊ അവൾക്ക് ഈ ഒരു സന്തോഷം നല്ല സന്തോഷം കൊടുക്കുന്ന ടൈം എന്ന് വെച്ചാൽ എല്ലാ സന്തോഷം കൊടുക്കുന്നുണ്ട്. എന്നാൽ ഏറ്റവും സന്തോഷം അവൾക്ക് ബർത്ത്ഡേക്ക് ഇങ്ങനെ ഗിഫ്റ്റ് വരുമ്പോഴും എന്താ പറയാ ഈ വെഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റ് വരുമ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷമുള്ള കേസാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത്. അല്ലാണ്ട് കാരണം വെച്ചാൽ അവള് എൻ്റെ വീട് നന്നായിട്ട് നോക്കുന്നുണ്ട്. എൻ്റെ അമ്മേനെ ഞാൻ പ്രതീക്ഷിക്കാനും കൂടുതൽ നന്നായിട്ട് നോക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് എനിക്ക് ആ സന്തോഷം കൊണ്ടാവാം ഞാൻ അമ്മയോട് എൻ്റെ പ്ലാൻ പറയും, ഇങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാന്നൊക്കെ പറയും. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ നമ്മൾ ചെയ്തു പോണേ. പിന്നെ ആൻസിയുടെ ബർത്ത്ഡേ ആഘോഷിക്കാൻ പറ്റുന്നത് ഈ പെണ്ണിന് ഇഷ്ടമില്ല. ഡ്രസ് മേടിക്കുന്ന കാര്യം പോലും പറഞ്ഞു എന്റെ ഒരു ക്യാരക്ടർ പോലെ എനിക്ക് ബർത്ത്ഡേ അങ്ങനെ ഒരു ഇഷ്ടമല്ല. പക്ഷെ സോയിക്കുട്ടിക്ക് ഇഷ്ടമാണ് ബർത്ത്ഡേക്കാരുടെ ഇഷ്ടം
എന്നുവെച്ചാൽ സോയിക്കുട്ടിയുടെ അമ്മ പണ്ട് സോയിക്കുട്ടിയുടെ വീട്ടിൽ മാത്രം സോയിക്കുട്ടിയുടെ ബർത്ത്ഡേ മാത്രമേ ആവശ്യിക്കുള്ളൂ. അപ്പോൾ ആ ഒരു മെമ്മറി ഫുൾ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ പണ്ട് പോലെ ഇവിടെ ഇങ്ങനെ ശീലിച്ചത്. അതായത് ഫെബ്രുവരി 14 12 വർഷമാവും. അത് 12 വർഷമായിട്ടും ഞാൻ മുടങ്ങാണ്ട് ചെയ്യുന്ന കാര്യമാണ്. ആകപ്പാടെ മുടങ്ങിയെന്ന് വെച്ചാൽ കൊറോണ ടൈമിലാണ്. അതിനറിയാലോ എല്ലാവർക്കും സാമ്പത്തികമില്ല. ആൻസിയുടെ ബർത്ത്ഡേ വലിയ ദിവസങ്ങളിലാണ്. അവളുടെ അടുത്ത് എത്ര പ്രാവശ്യം പറഞ്ഞു ബാബു നമുക്ക് പോയി ഡ്രസ്സ് എടുക്കാം, അല്ലെങ്കിൽ നിനക്ക് എന്താ വേണ്ടേ? ഒന്നും വേണ്ട. അവൾക്ക് ഡ്രസ്സ് പറഞ്ഞു ഇതൊക്കെ മേടിച്ചിട്ട് എന്തിനും ഇവിടെ വെക്കുന്നത്, എനിക്ക് വേണ്ട. അവൾക്ക് അത് പറയുമ്പോ ദേഷ്യം. പിന്നെ എന്ത് ചെയ്യും? അവള് പറയണത് വെച്ചാൽ അവൾക്ക് പുറത്തേക്കൊന്നും പോകുന്നില്ലല്ലോ, അതെനിക്ക് വേണ്ട അങ്ങനെ പറഞ്ഞു. പക്ഷേ ഈ പ്രാവശ്യം ചെറിയ സർപ്രൈസ് കൊടുക്കും. കാരണം വെച്ചാൽ അവൾക്ക് ഇഷ്ടമുള്ള സർപ്രൈസ്, അവൾക്ക് ഇഷ്ടമുള്ള സർപ്രൈസ് എന്ന് ചോദിച്ചാൽ നമ്മള് സർപ്രൈസ് അവൾക്ക് കൊടുക്കാൻ പറ്റില്ല. കാരണം വെച്ചാൽ അവൾക്ക് എക്സ്പ്രഷൻ അറിയില്ല. അതിന് എന്താ ഇപ്പൊ അവള് കേൾക്കില്ലല്ലോ. നമ്മൾ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഇതുണ്ടല്ലോ. പിന്നെ അവളുടെ ലാംഗ്വേജ് എനിക്കറിയില്ല. പക്ഷെ എന്നാൽ പോലും നമുക്ക് ഈ പ്രാവശ്യം കുഞ്ഞു സർപ്രൈസ് കൊടുക്കുന്നുണ്ട് കേട്ടോ. അവൾക്ക് ഇഷ്ടമുള്ളത് അതാണ് അവളുടെ ലോകം. അവൾക്ക് കുഞ്ഞിതല്ല, അവൾക്കത് വലിയ അതെ, നമുക്ക് കുഞ്ഞിതാണ്, പക്ഷെ അവർക്ക് വലുത്. അപ്പൊ അത് നമുക്ക് ആൻസിക്കുട്ടിക്ക് ചെയ്യാം കേട്ടോ. അപ്പൊ ആൻസിക്കുട്ടിക്ക് നമുക്ക് ഈ നമ്പറിലാണ് ബർത്ത്ഡേ, നമുക്കത് ചെയ്യും. അമ്മച്ചേ, പിന്നെ ഒരു കാര്യം പറയാന്ന് വെച്ചാലേ, ഞാൻ സാധാരണ പ്രേമിച്ച് കല്യാണം കഴിച്ചല്ലോ. പക്ഷെ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ അന്ന് വിചാരിച്ചെന്ന് ചോദിച്ചാൽ അത് കാരണവരുടെ വീട്ടിൽ സംസാരിക്കല്ലോ. നമ്മുടെ ഫാമിലി ഇതില്ല. അപ്പൊ പെണ്ണ് കാണിച്ചടങ്ങൊക്കെ ഉണ്ടല്ലോ, അത് അവിടെ അത്ര ദൂരം പോകുമ്പില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു നിങ്ങൾ ശ്രീധരൻ ചോദിക്കുമെന്നാണ്, അല്ല ശ്രീധനെ ചോദിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. അതെന്തോ ഞാനത് നിങ്ങൾ ചോദിച്ചു പോലുമില്ല. അത് നമ്മള് പെണ്ണിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പൈസ കൊണ്ട് ജീവിക്കാനല്ല നമ്മൾ ഇരിക്കേണ്ടത്. മനസ്സിലായോ? അവർക്ക് അവരുടെ വീട്ടുകാർ എന്തെങ്കിലും കൊടുക്കുന്നതോ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നതോ അവർക്ക് മേടിച്ചോട്ടെ. ഇനി പെണ്ണിന്റെ വീട്ടിൽ നിന്ന് എന്ത് സ്ത്രീധനം വന്നാലും അമ്മായിമ്മക്കോ നാത്തൂനതിന് പങ്കില്ല. അപ്പൊ ഞാൻ ചോദിച്ചിട്ട് എനിക്ക് എന്റെ ആവശ്യമില്ല. നമ്മള് സോയിക്കുട്ടിയുടെ ഇത് കണ്ടിട്ടോ. പക്ഷെ ഞാൻ സോയിക്കുട്ടിനെ ആദ്യമായിട്ട് കണ്ടപ്പോയി ഞാൻ ചോള് റിച്ചാണ് വിചാരിച്ചത്. സത്യം സത്യം പറയല്ല സഹോദര, എനിക്ക് ഇവിടെ സത്യം പറയാൻ നമ്മുടെ ഇതുണ്ടല്ലോ, നമ്മുടെ ഈ എന്താ, ഞാൻ അവളുടെ സത്യം ആരും വിശ്വസിക്കില്ല. അത് വേറെ കേസ്. കാരണം വെച്ചാൽ ഞാൻ അവളുടെ സൗന്ദര്യം, അവള് പണക്കാരിയാണെന്ന് വിചാരിച്ചു ഒന്നുമല്ല സ്നേഹിച്ചത്. കാരണം വെച്ചാൽ എനിക്ക് ജീവിതത്തിൽ ഇമ്പോർട്ടൻ്റ് സൗന്ദര്യം ഇതല്ല, എന്താ പറയാ, ഈ സമാധാനമാണ് വേണ്ടത്. എക്സാമ്പിള് എൻ്റെ മുമ്പത്തെ ഗേൾഫ്രണ്ടിന്റെ അവസ്ഥ അമ്മയ്ക്കറിയാം. അമ്മച്ചി ഓക്കെ അല്ലേ? ഞാൻ അവളെ സൗന്ദര്യം പറയണത്, ഞാൻ സൗന്ദര്യം നോക്കിയാണ് ജീവിച്ചത്. ഞാൻ അവളെ വേറെ ക്യാരക്ടർ അല്ലേ? അതെ, അത് ക്യാരക്ടർ നോക്കിയിട്ടാണ് നമുക്ക് ജീവിക്കുകയാണെങ്കിൽ അവളുടെ സ്വഭാവം എന്താണെന്ന് നോക്കിയിട്ട് ജീവിക്കുകയാണെങ്കിൽ അവളെ കണ്ടപ്പോൾ അവളുടെ വർക്ക് ചെയ്തപ്പോൾ മനസ്സിലായി അവളുടെ ക്യാരക്ടർ എന്താണെന്ന്. അപ്പം എനിക്കത് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് അവളെ കൂടുതൽ ഇഷ്ടപ്പെടാനും പ്രപ്പോസ് ചെയ്യാനും കാര്യം. അപ്പം നമുക്ക് വേണ്ടത് സമാധാനം. നമുക്ക് ഇഷ്ടപ്പെട്ട പെണ്ണാണെന്ന് നമുക്ക് മുന്നിലാണ് സമാധാനമാണ് വേണ്ടത്. അങ്ങനെ സൗന്ദര്യം നോക്കി പ്രേമിച്ച് ഒരു കാര്യമില്ല. അവിടെ ഞാൻ പറയട്ടെ, ഇപ്പൊ നമ്മുടെ ഒരു പെണ്ണിന്റെ വീട്ടിൽ നിന്ന് ഇപ്പൊ സ്ത്രീധനം കൊണ്ടുവന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു കാര്യം, ആ സ്ത്രീധനൊക്കെ കൊണ്ടുവരുന്നത് ഇപ്പൊ ലക്ഷങ്ങൾ കൊണ്ടുവന്നാലും അത് തീർന്നു പോകാൻ അധികം സമയം വേണ്ട. പക്ഷെ അവരുടെ സ്വഭാവം നല്ലതാണെങ്കിൽ ജീവിതകാലം മൊത്തം നമുക്ക് അതാണ് നല്ലത്. മനസ്സിലായോ? പിന്നെ നമ്മൾ ഇങ്ങോട്ട് മേടിക്കാന്ന് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ഈ ആഴ്ചനെ കിട്ടിയപ്പോ അങ്ങോട്ട് എന്ത് കൊടുക്കും അത് വിചാരിക്കണ്ടേ? മരുമോളും അമ്മായിമ്മയും മരുമോളും തമ്മിലുള്ള പോരെ, ഈ പെണ്ണും തമ്മിലുള്ള പോരാണ്. പെണ്ണുങ്ങൾ തമ്മിലുള്ള ഫൈറ്റല്ലേ? ശരിയാ, പക്ഷെ കല്യാണം കഴിഞ്ഞാൽ അങ്ങനെയല്ലേ പറയുള്ളൂ. അല്ല, അപ്പോഴും ഞാൻ എത്രയോ വർഷം മുമ്പ് ഞാൻ വേറൊരു വീട്ടിൽ മരുമോളായിട്ട് ചെന്നതാണ്. അപ്പൊ അവിടെ എനിക്ക് എന്തെങ്കിലും വിഷമോ കാര്യങ്ങളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് അയ്യോ അവരന്ന് അങ്ങനെ ചെയ്തു, അപ്പൊ എനിക്ക് എന്തൊരു വിഷമമായിരുന്നു, അതുകൊണ്ട് എന്റെ മരുമോളോട് ഞാൻ അങ്ങനെ ചെയ്യരുതെന്നാണ് എല്ലാവരും വിചാരിക്കേണ്ടത്. എനിക്ക് ചെന്ന വീട്ടിൽ എനിക്ക് സന്തോഷമായിരുന്നു. അതേപോലെ എനിക്ക് ആരെക്കൊണ്ട് അപ്പൊ നമ്മള് എല്ലാവർക്കും ഇത് കൊടുക്കാം. പിന്നെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ ആർക്കാണോ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്, ഇപ്പൊ നിനക്കാണോ അഡ്ജസ്റ്റ് ഇപ്പൊ ഞാൻ നിന്നായിട്ട് ഫൈറ്റ് ഉണ്ടായി. ചിലപ്പോ എന്റെ ഒരു സ്വഭാവം ഭയങ്കര ദേഷ്യമുള്ള സ്വഭാവമായിരിക്കും, എനിക്കിങ്ങനെ ഭയങ്കര ഇതായിരിക്കും. അപ്പൊ നിനക്ക് ഇതിന് ചിന്തിക്കാൻ കഴിവുള്ളവരാണെന്നുണ്ടെങ്കിൽ നീ ചെയ്യണ അത് പോട്ടെ, ഒരാള് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, അഡ്ജസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞത് അമ്മക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ഇപ്പൊ അവൾക്ക് ഉമ്മ വയ്ക്കാൻ പറ്റും. അവളെ ഉമ്മ വയ്ക്കാറുണ്ടല്ലോ, ഉറങ്ങി കിടക്കുന്നു. ഉറങ്ങി കിടക്കുമ്പോൾ ഉമ്മ കൊടുക്കാൻ പറ്റില്ല. ഉറങ്ങി കിടക്കുമ്പോൾ ഉമ്മ കൊടുക്കാൻ പറ്റില്ല.
ധൈര്യം ഉണ്ടെങ്കിൽ കൊടുക്കും. എന്തിനാ എനിക്ക് ഞാൻ അവളെ ഇടയ്ക്കിടയ്ക്ക് ഉമ്മയ്ക്ക് ഞങ്ങൾ ഇത് കൊണ്ടുവന്നു. രോഗിയാകുമ്പോ ഞാൻ കെട്ടിപ്പിടിച്ചു മുടക്കാം. നീ എന്നെ വെല്ലുവിളിക്കൊന്നും വേണ്ട. അപ്പൊ നല്ല ഉറക്കായിരിക്കും. നോക്കട്ടെ ഞാൻ ആരും വെച്ച സ്വരത്തിന് എന്റെ ഉമ്മ എങ്ങനെയാ നമുക്കറിയാം. ചുന്ദരിക്കൊന്നും അറിയിക്കോട്ടാ. സോഫ്റ്റ് ഉണ്ട്. അതെ മൂടത്തിട്ട് ഹാപ്പി ആയോ? ഞാൻ അവൾക്ക് ഉമ്മ കൊടുക്കാറുണ്ടല്ലോ, അതുകൊണ്ട് നീ പറഞ്ഞിട്ട് എനിക്ക് അതല്ല പറയും കിടക്കും കൊടുത്തിട്ട് കണ്ടിട്ടില്ല, അതുകൊണ്ടാണ്. കിടക്കും. അല്ലാതെ നമ്മള് ഫാൻസിനെ ഉമ്മയ്ക്കാറുണ്ട്, നിന്നെ ഉമ്മയ്ക്കാറില്ലേ? അതൊക്കെ തന്നെ. അല്ലാതെ അതിനൊക്കെ എന്തുകൂടാ, നമ്മള് മകളല്ലേ, നമ്മുടെ അനുമാനങ്ങൾ നമ്മുടെ ഉള്ളിൽ മതിയല്ലോ. ഞാൻ അമ്മയാണ് നിന്റെ ഉള്ളിൽ മതി, അല്ലാണ്ട് നമ്മൾ സംശയം. പിന്നെ കുറച്ച് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു, എന്താ എന്നെ നീന്ന് വിളിക്കരുത്, റെസ്പെക്റ്റോടെ വിളിക്കണം അവളോട്. മനസ്സിലായ? അത് വേറൊന്നുമല്ല, എനിക്ക് അങ്ങനെ വലിയ താല്പര്യങ്ങളൊന്നുമില്ല. കാരണം എന്തിന് അപ്പൊ നമുക്ക് അങ്ങനെ ഒരു താല്പര്യം, നമുക്ക് ഒരു സ്നേഹത്തോടെ ഒരു വിളി അത് മതി. അല്ല അതെങ്ങനെ വിളിക്കണമെന്ന് ഇരിക്കണമെന്നല്ല, നമുക്ക് സ്നേഹത്തോടുള്ള വിളി അത് അവളെ സ്നേഹത്തോടുള്ള വിളിയാണ്. അതുകൊണ്ട് ഒരു പ്രേമിച്ച് എല്ലാം കഴിക്കും. അപ്പൊ അതിന്റെ ഒരു ഇതുണ്ട്, വൈബുണ്ട്. പണ്ടത്തെ ആൾക്കാരോട് അങ്ങനെ പറയണേ. അത് ഇപ്പോഴത്തെ നിങ്ങളുടെ പ്രായത്തിലുള്ള പിള്ളേരുകൾ അങ്ങനെ പറയില്ല. റെസ്പെക്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിന്നെ മാത്രം റെസ്പെക്ട് ചെയ്താൽ പോരാ, നീ അവളെ റെസ്പെക്ട് ചെയ്യണം. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മള് ആരെ ഇപ്പൊ നമ്മള് ഇപ്പൊ ഞങ്ങളുടെ വീട്ടിൽ വൈബ് എന്താണെന്ന് അറിയോ? കാരണം വെച്ചാൽ ഈ വൈബ് എന്താ ഇത്ര സന്തോഷം ഇങ്ങനെ നമ്മുടെ മുമ്പിലും പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ആ പ്രശ്നങ്ങളൊക്കെ ഒന്ന് ഇത് എന്താ പറയാ, പ്രശ്നങ്ങളൊക്കെ ഒന്ന് എപ്പോഴും പ്രശ്നങ്ങളായിട്ട് ടെൻഷനായി പോകും. അപ്പൊ അതുകൊണ്ട് നമ്മൾ എപ്പോഴും സന്തോഷമായിട്ടിരിക്കാൻ ശ്രമിക്കണം. ഇപ്പൊ ഞാൻ എൻ്റെ അമ്മേനെ ഞാൻ അമ്മേനെ വിളിക്കുന്നുണ്ട്, പക്ഷെ അതിൻ്റെ കൂടെ കുറച്ച് ഇത് കൊടുക്കുന്നുണ്ട്, ഒരു ഫ്രണ്ട്ഷിപ്പ് കൊടുക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു നമ്മള് അമ്മ എന്ന ജസ്റ്റ് അമ്മയല്ലേ, അമ്മ രാവിലെ ചോറെടുത്ത് തരുന്നു, എന്താ അടുക്കള പണിയെടുക്കണം, ഇതെല്ലാം അമ്മ. നമുക്ക് ഇപ്പൊ ഞാനമ്മ ഇടി വിടും, ഒരു ഫണ്ടാണ്. ഇപ്പൊ അമ്മ വന്നു കഴിഞ്ഞാൽ ബാങ്കിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഞാൻ അപ്പം സ്റ്റാർട്ട് ചെയ്യും, ഞാൻ ആൻസർ ഇടി. അപ്പൊ അതൊരു വൈബാണ്. അപ്പൊ അമ്മയോട് ഒച്ച കേൾക്കാൻ രസം, അമ്മ എന്നെ ഇടിക്കുമ്പോൾ ഒരു സമാധാനം, അതൊക്കെ ഒരു വൈബാണ്. അപ്പൊ അത് ചെറുപ്പത്തിലെ ഇടികൊണ്ടേ എനിക്ക് ആ ഒരു ഇത് ശീലമായിപ്പോയി, അത് ഉറപ്പുപോയി. അമ്മ ഇടിച്ചില്ലെങ്കിൽ ഉറക്കം കിട്ടൂല, അത് വേറെ കേസ്. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതാണ് നമ്മൾ ആ ഒരു വൈബായിട്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മള് അമ്മേനെ സ്നേഹിക്കൊണ്ട് ഇടിക്കുക. അപ്പൊ അമ്മ എന്നെ ഇടിക്കും സ്നേഹം കൊണ്ട്. ആ സ്നേഹത്തിന് ഒരു പുതുമയുണ്ട്. ഗുഡ് മോർണിംഗ് പുനിച്ച്, ഗുഡ് മോർണിംഗ്. പുനിച്ചൊക്കെ വയ്യ, പുനിച്ചൊക്കെ തക്കാളി പനിയായി. ടൊമാറ്റോ ഫീവർ. പോട്ടെ, ജോലിക്കോട്ടെ. ഇവരെന്തൊക്കെയോ ചോദിച്ചാ, എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. എന്താ ചോദിച്ചാ? എന്താണ് ചോദിച്ചെന്ന് പറഞ്ഞടാ? എന്തൊക്കെയോ ചോദിച്ചു, എന്തൊക്കെയോ പറഞ്ഞില്ലേ? അങ്ങനല്ലേ ഈ കടിഞ്ചായേ നന്നായിട്ട് കടുപ്പിട്ട് ചായ കൊടുത്തിട്ടേ അതില് ഈ നാരങ്ങ എന്തെങ്കിലും പിരിഞ്ഞു കൊടുക്കട്ടോ. എന്ത് പറ്റിയ ഭാഗത്തൊന്നും കുഴപ്പമുണ്ടായില്ല. കൊച്ചിനെ നോക്കണേ, ലൂസ് മോഷൻ ഉണ്ടാവോ? കൊച്ചിനെ നോക്കണോട്ടാന്ന് പറ്റിയ ഭാഗത്തൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല പെട്ടെന്ന്. ഗുഡ് മോർണിംഗ് അമ്മേ, എവിടെ എന്താ ഇന്ന് നല്ല സുന്ദരി നീലായിട്ടിട്ട് വാ, പനി കഴിഞ്ഞിട്ട് വേഗം വാ.